യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. നമഃ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ശ്രീമദ് മഹാഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധത്തിലെ 8-ാം അധ്യായം പരീക്ഷിത്തിൻ്റെ സംശയ നിവാരണം. രാജോവാച, പരീക്ഷിത്ത് പറയുന്നു, ബ്രഹ്മണാ ചോദിതോ ബ്രഹ്മൻ ഗുണാഖ്യാനേ ഗുണസ്യ ച യസ്മൈ യസ്മൈ യഥാ പ്രാഹ നാരദോ ദേവദർശനഃ. ഹേ ബ്രഹ്മർഷേ, ഗുണങ്ങളെ അതിക്രമിച്ചവനാണെങ്കിലും അവതാരമൂർത്തിയായ ഭഗവാന്റെ ഭക്തവാത്സല്യാദി ഗുണങ്ങളെ വർണ്ണിക്കുവാൻ ബ്രഹ്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ടവനും തന്നെ ആര് കാണുന്നുവോ അവന് ഭഗവാനെ കണ്ടാലുണ്ടാകുന്ന ഫലത്തെ കൊടുക്കുന്നവനുമായ ശ്രീ നാരദമുനി ഏതേത് പേരോട് ഏതേത് വിധം പറഞ്ഞു, ആരോടൊക്കെ എങ്ങനെയെല്ലാം പറഞ്ഞു. ഏതദ്വേദിതുമിച്ഛാമി തത്വം വേദവിദാം വരാം ഹരേരദ്ഭുത വീര്യസ്യ കഥ ലോകസുമംഗള. തത്വമറിഞ്ഞിരിക്കുന്നവരിൽ വെച്ച് ഉത്തമനായിരിക്കുന്ന മുനിശ്രേഷ്ഠ, ഈ തത്വത്തെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ഭുതമായ വീര്യത്തോടു കൂടിയ ഭഗവാന്റെ കഥകൾ ലോകങ്ങൾക്ക് മംഗളത്തെ വർദ്ധിപ്പിക്കുമല്ലോ. കഥയസ്വ മഹാഭാഗ യഥാഹമഖിലാത്മനി കൃഷ്ണേ നിവേശ്യ നിസ്സംഗം മനസ്തക്ഷേ കളേവരം. ഹേ ഭാഗ്യവാനായ മുനെ, സകല ഭൂതങ്ങളിലും ആത്മാവായിരിക്കുന്ന ശ്രീകൃഷ്ണനിൽ ഏത് വിധമായാൽ എൻ്റെ മനസ്സ് സ്ഥിരമായി വയ്ക്കുവാനും അന്യവിചാരം കൂടാതെ ഈ ശരീരത്തെ ഉപേക്ഷിക്കുവാനും എനിക്ക് സാധിക്കുമോ, ആ വിധത്തിൽ ആ ഭഗവാന്റെ കഥകൾ അങ്ങ് വർണ്ണിക്കണമേ. ശൃണ്വത ശ്രദ്ധയോ നിത്യ ഗൃണതശ്ച സ്വചേഷ്ടിതം കാലേന നാദിദീർഘേണ ഭഗവാൻ വിശദേ ഹൃദി. ജ്ഞാനാദികളായ ഐശ്വര്യങ്ങൾ യാതൊരുവൻ്റെ സ്വരൂപമായിരിക്കുന്നുവോ ആ ഭഗവാൻ തൻ്റെ ചരിതത്തെ എപ്പോഴും ശ്രദ്ധയോടുകൂടെ കേൾക്കുന്നവൻ്റെയും കീർത്തിക്കുന്നവൻ്റെയും ഹൃദയത്തിൽ കാലതാമസം കൂടാതെ പ്രവേശിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ഭക്തന്മാരുടെ കർണങ്ങളിൽ കൂടെ ഹൃദയകമലത്തെ പ്രവേശിച്ചു അവരുടെ പാപത്തെ ശരത്കാലം വെള്ളത്തിൻ്റെ ദോഷത്തെ തീർക്കുന്നത് പോലെ തീർക്കുന്നു. പാപങ്ങൾ നശിക്കുന്നതിനാൽ പരിശുദ്ധമായ മനസ്സോടുകൂടിയവനും അതിനാൽ തന്നെ സകല ക്ലേശങ്ങളിൽ നിന്നും അകന്നവനുമായ പുരുഷൻ, സഞ്ചാരക്ലേശം അനുഭവിച്ച വഴിപോക്കൻ തൻ്റെ ഗൃഹത്തിൽ വന്നു ചേർന്നാൽ അതിനെ വിട്ടുപോകാത്തതുപോലെ പിന്നെ ഭഗവാന്റെ പാദമൂലത്തെ വിട്ടുപോകുകയില്ല. യദധാതുമതോ ബ്രഹ്മൻ ദേഹാരം ഭോസ്യ ധാതുഭി യദൃച്ഛയാ ഹേതുന വാ ഭവന്തോ ജാനതേ യഥ. അല്ലയോ ബ്രഹ്മർഷേ, ഈ ആത്മാവ് മഹാഭൂതങ്ങളുടെ സംബന്ധമില്ലാതായിരുന്നിട്ടും ഭൂതങ്ങളെ കൊണ്ടുള്ള ദേഹാരംഭത്തോടു കൂടിയതായി ഭവിച്ചത് എങ്ങനെയാണ്? യദൃച്ഛയാ ആ വിധം സംഭവിച്ചതോ അതോ കാരണത്തോടുകൂടെ അങ്ങനെ ഏർപ്പെട്ടതോ? നിങ്ങളെപ്പോലുള്ളവർ അത് അറിയുമല്ലോ. ആയതുകൊണ്ട് അതിനെപ്പറ്റി പറഞ്ഞു തരണം. ആരുടെ ജഠരത്തിൽ നിന്ന് 3 ലോകങ്ങളുടെ ആകൃതി രൂപമായ താമരപ്പൂവുണ്ടായോ ആ ഈശ്വരൻ ഇത്രയെന്ന് കണക്കുള്ള അവയവങ്ങളാൽ സാധാരണ പുരുഷൻ എത്രമാത്രം ഉള്ളവനായിട്ട് പറയപ്പെട്ടിരിക്കുന്നുവോ അത്ര അവയവങ്ങളും ആകൃതിയും ഉള്ളവനെന്ന് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. അങ്ങനെയായാൽ ജീവനും ഈശ്വരനും തമ്മിൽ എന്ത് ഭേദം എന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം അരുളി ചെയ്താലും. ശ്രീനാരായണ നാഭികമലത്തിൽ നിന്നുണ്ടായവനും വൃഷ്ട്യുപാധികളായ ജീവന്മാരുടെ നിയന്താവുമായ ബ്രഹ്മാവ് യാതൊരുവൻ്റെ അനുഗ്രഹത്താൽ വൃഷ്ട്യുപാധികളായ പ്രാണികളെ സൃഷ്ടിക്കുന്നു. യാതൊരുവൻ്റെ കരുണാകടാക്ഷത്താൽ തന്നെ ആ രൂപത്തെ ദർശിക്കുകയും ചെയ്തുവോ ആ പരമപുരുഷന് സാധാരണ ജീവന്മാരിൽ നിന്ന് വിശേഷം ഇല്ലാതിരിക്കയില്ലല്ലോ. അതിനെ അങ്ങ് പറഞ്ഞു കേൾപ്പിക്കണം. ലോകങ്ങളുടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ വഹിച്ചിരിക്കുന്നവനും മായയുടെ ഈശ്വരനും സർവപ്രാണികളുടെ ഹൃദയഗുഹയിൽ പ്രവേശിച്ചിരിക്കുന്നവനുമായ പുരുഷൻ ഈശ്വരൻ മായയെ ഉപേക്ഷിച്ചിട്ട് എവിടെ ശയിക്കുന്നുവോ അതിനെയും അങ്ങ് അരുളി ചെയ്യണം. ദിക്പാലന്മാരോടുകൂടിയ ലോകങ്ങൾ പുരുഷന്റെ അവയവങ്ങളാൽ മുൻപത്തെ പോലെ കൽപ്പിതങ്ങളായെന്നും
ആ പുരുഷൻ്റെ അവയവങ്ങൾ ദിക്പാലകന്മാരോട് കൂടിയ ലോകങ്ങളാൽ കൽപ്പിതങ്ങളാണെന്നും ഞങ്ങൾ കേൾക്കുന്നു. ഇതിലുള്ള വിരോധം പരിഹരിക്കപ്പെടണം. മഹാപ്രളയമെന്നും അവാന്തര പ്രളയമെന്നും പറയപ്പെടുന്നതിനുള്ള കാലപരിണാമം എത്രയാണ്? കഴിഞ്ഞത്, കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, വരാൻ പോകുന്നത് എന്ന് പറയപ്പെടുന്ന കാലത്തെ നിർണയിക്കുന്നത് എങ്ങനെയാണ്? ദേവന്മാർ, മനുഷ്യർ മുതലായവരുടെ ആയുസ്സിൻ്റെ അവധി എത്രയാണ്? നിമേഷം മുതൽ സംവത്സരം വരെയുള്ള സൂക്ഷ്മവും മഹത്തുമായ കാലവ്യാപാരം എങ്ങനെ അറിയപ്പെടുന്നു? ഹേ ബ്രാഹ്മണശ്രേഷ്ഠ, കർമ്മത്താൽ പ്രാപ്യങ്ങളായ സ്ഥാനഭേദങ്ങൾ എത്രയുണ്ട്? അവ ഏതേത് വിധത്തിലിരിക്കുന്നവ? സത്വാദിഗുണങ്ങളുടെ പരിണാമാവസ്ഥയായ ദേവാദിഭാവത്തെ ആഗ്രഹിക്കുന്ന ജീവന്മാർ കർമ്മങ്ങളെ അനുഷ്ഠിക്കേണ്ടത് ഏതേത് വിധമാണ്? അവയെ ആരിൽ സമർപ്പിക്കണം? ആ കർമ്മങ്ങളെ ഏത് വിധത്തിൽ ആര് ഗ്രഹിക്കുന്നു? ഭൂമി, പാതാളം, ദിക്കുകൾ, ആകാശം, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, പർവ്വതങ്ങൾ, സരിത്തുകൾ, സമുദ്രങ്ങൾ, ദീപങ്ങൾ ഇവയുടെയും ഇവയിലിരിക്കുന്ന പ്രാണികളുടെയും ഉദ്ഭവം ഏതു വിധമാണ്? അണ്ഡകോശത്തിൻ്റെ ഉള്ളിലും പുറത്തുമുള്ള ഭേദം നിമിത്തമുള്ള പരിമാണം, മഹാപുരുഷന്മാരുടെ ചരിത്രം, വർണ്ണാശ്രമങ്ങളുടെ നിശ്ചയം, ഹരിയുടെ ഏറ്റവും ആശ്ചര്യമുള്ള അവതാര ചരിതം, യുഗങ്ങൾ, യുഗങ്ങളുടെ കണക്ക്, യുഗം തോറുമുള്ള ധർമ്മവിശേഷം, മനുഷ്യരുടെ സത്യാദിസാധാരണ ധർമ്മം, ശമാദികളായ വിശേഷധർമ്മങ്ങൾ, ജാതിഭേദങ്ങളുടെ ധർമ്മങ്ങൾ, രാജർഷികളുടെ ധർമ്മങ്ങൾ, ആപത്കാലങ്ങളിൽ ജീവധാരണത്തിനായുള്ള ധർമ്മങ്ങൾ, പ്രകൃതി മുതലായ തത്വങ്ങളുടെ കണക്ക്, അവയുടെ ലക്ഷണം, കാര്യരൂപേണ പരിണമിച്ച തത്വങ്ങളുടെ ലക്ഷണം, ഈശ്വരനെ പൂജിക്കാനുള്ള വിധി, പ്രകൃതിഭിന്നനായ ആത്മാവിനെ അറിയുവാനുള്ള യോഗത്തിൻ്റെ വിധി, യോഗാഭ്യാസത്താൽ പ്രകാശിക്കുന്ന യോഗികളുടെ അണിമാദിസിദ്ധികളാൽ അവർക്ക് അനുഭവപ്പെടുന്നതായ സ്വച്ഛന്ത മരണം മുതലായ സിദ്ധികൾ, യോഗികളുടെ ലിംഗശരീരനാശം, വേദങ്ങൾ, ഉപവേദങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ ഇവയുടെ സ്വരൂപം, സകല ഭൂതങ്ങളുടെയും ഉത്പത്തി, സ്ഥിതി, ലയം ഇവകളുടെ സമ്പ്രദായം, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ദേവയജനാദി കർമ്മങ്ങൾ, സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്ന അന്നദാനാദി കർമ്മങ്ങൾ, ഇവയിൽ കാമ്യങ്ങളായ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ, ധർമ്മം, അർത്ഥം, കാമം എന്ന 3 പുരുഷാർത്ഥങ്ങളെ അനുഷ്ഠിക്കുവാനുള്ള വിധി, മലിനോപാധികളായ ജീവന്മാരുടെ ഉൽപ്പത്തി, പാഖണ്ഡധർമ്മത്തിൻ്റെ ഉദ്ഭവം, ജീവനുള്ള ബന്ധവും മോക്ഷവും, ആ ജീവൻ മുക്തനാകുമ്പോൾ സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന നില, സ്വതന്ത്രനും പ്രഭുവുമായ ഭഗവാൻ തൻ്റെ മായയെ കൊണ്ട് ഏത് വിധം കളിക്കുന്നു? പ്രളയത്തിൽ മായയെ ഉപേക്ഷിച്ച് സാക്ഷി പോലെ ഇരിക്കുന്നത് ഏത് വിധമാണ്? ജ്ഞാനപരിപൂർണനായ ഹേ മുനെ, അങ്ങയെ ശരണം പ്രാപിച്ചവനും ചോദ്യം ചെയ്യുന്നവനുമായ എന്നോട് ഇവയെല്ലാം ക്രമമായും പരമാർത്ഥമായും അരുളി ചെയ്യണം. ഇവയെ അങ്ങ് ആത്മാവായ ശ്രീനാരായണമൂർത്തിയിൽ നിന്നുണ്ടായ ബ്രഹ്മാവെന്ന പോലെ നന്നായി അറിഞ്ഞിരിക്കുന്നു. അങ്ങയെ കൂടാതെ ഈ സദസ്സിലിരിക്കുന്ന മറ്റുള്ളവർ പണ്ടുള്ളവരിൽ വെച്ചും പണ്ടുള്ളവർ ചെയ്തതിനെ അനുസരിച്ചും ചെയ്യുന്നവർ മാത്രമല്ലാതെ സമ്പ്രദായ ക്രമത്തിൽ അറിഞ്ഞവരല്ല. അങ്ങേക്കാകട്ടെ ബ്രഹ്മാവ് നാരദനും നാരദർ വ്യാസർക്കും വ്യാസർ അങ്ങേക്കും ഉപദേശിച്ചിരിക്കുകയാൽ സമ്പ്രദായാഗതമായ ജ്ഞാനമുണ്ടെന്ന് സാരം. ഹേ ബ്രഹ്മർഷേ, അങ്ങയുടെ മുഖമാകുന്ന ചന്ദ്രനിൽ നിന്നൊഴുകുന്ന ശ്രീഹരി കീർത്തിയാകുന്ന അമൃതത്തെ പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രാണങ്ങൾ ഭക്ഷണമില്ലാത്തതുകൊണ്ട് വ്യാകുലത്തെ പ്രാപിക്കുന്നില്ല. അപ്പോൾ സൂതൻ പറയുന്നു, ഇപ്രകാരം സത്തുക്കളുടെ പാലകനായ ഭഗവാന്റെ കഥയിൽ വിഷ്ണുവിനാൽ സംരക്ഷിക്കപ്പെട്ട പരീക്ഷിത് മഹാരാജാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ട ശ്രീ ശുഗമഹർഷി സഭയിൽ സന്തുഷ്ടനായി ഭവിച്ചു. അഹഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ബ്രഹ്മണേ ഭഗവത് പ്രോക്തം ബ്രഹ്മകൽപ്പ ഉപാഗതേ. വേദത്തോട് തുല്യമായിരിക്കുന്നതും ഭഗവാൻ ശ്രീഹരി സൃഷ്ടിയുടെ ആരംഭകാലമായ ബ്രഹ്മകൽപ്പത്തിൽ ബ്രഹ്മാവിനും ബ്രഹ്മാവ് നാരദനും നാരദർ വ്യാസർക്കും വ്യാസൻ ശ്രീശുകനും ഉപദേശിച്ചതുമായ ഭാഗവതം എന്നു പേരായ പുരാണത്തെ പരീക്ഷിത് മഹാരാജാവിനെ സദസ്സിൽ വെച്ച് കേൾപ്പിച്ചു. പാണ്ഡുവംശത്തിൽ ജനിച്ചവരിൽ വച്ച് ഉത്കൃഷ്ടനായ പരീക്ഷിത് മഹാരാജാവ് ഏതേത് വിഷയങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്തുവോ അവയെല്ലാം ക്രമത്തിൽ പറയാനായി ശുഗമുനി ആരംഭിച്ചു. ഇങ്ങനെ ഈ അധ്യായം സമാപിച്ചു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദ്വിതീയ സ്കന്ധേ പ്രശ്നവിധിർനാമാഷ്ടമോധ്യായഃ.
ഓം നമോ ഭഗവതേ വാസുദേവായ.